ഓം ശ്രീ സായിരാം. സർവാന്തര്യാമിയായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പ്രണാമം. അന്തർശൗചത്തിൻ്റെ 333 ദിവസത്തിലേക്ക് ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രോഗ്രാം പ്രസൻറ്റ് ചെയ്യുന്നത് പ്രേം സായിയാണ്. ഇത് സായി വാണി വായിക്കുന്നതും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും ശ്രീമതി സത്യഭാമ കണ്ണൂരാണ്. ഭജന പാടുന്നത് ശ്രീദേവി തിരുവനന്തപുരം. ഇവരെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. സത്യഭാമയോട് 3 ഓംകാരവും 3 സായി ഗായത്രിയും ചൊല്ലിയ ശേഷം സായി വാണി 10 മിനിറ്റ് വായിക്കാൻ അപേക്ഷിക്കുന്നു. സായിരാം. 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 എവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം. ഭഗവാന്റെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാൻ 3 ഓംകാരും 3 സായി ഗായത്രിയും ചൊല്ലുന്നു. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. എൻ്റെ പേര് സത്യഭാമ, കണ്ണൂർ സമിതി, കണ്ണൂർ. സ്നേഹം നിറഞ്ഞ സായിര എല്ലാവർക്കും. ഞാൻ സായി വാണി വായിക്കുന്നത് 2ാം ഭാഗം, സത്യസായി വാണി 2ാം ഭാഗം. അതില് 36ാമത്തെ തിരുപ്പതിക്കപ്പുറം എന്നുള്ളവര് സ്വാമി 28/4/1962 നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ കുറച്ച് ഭാഗമാണ് വായിക്കുന്നത്. പ്രശാന്തി നിലയത്തിൽ താമസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഈ ഭാഗ്യം സിദ്ധിച്ച നിങ്ങൾ ദർശനം കൊണ്ട് സിദ്ധിച്ച മധുരതരമായ അനുഭവം ആവോളം നുകരുക. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഭഗവാനിലേക്ക് ലയിച്ചു ചേരുക. എന്നിൽ നിന്നും പുറപ്പെടുന്ന രശ്മികൾ 3 വിധത്തിലുള്ളതാണ്. ഒന്ന് സ്ഥൂലം, അതായത് ഭൗതികമായത്, ഈ പ്രശാന്തി നിലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. 2ാമത്തേത് സൂക്ഷ്മം, ഭൂമിയിൽ ലയിച്ചു ചേർന്നത്. 3ാമത്തേത് കാരണം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആവരണം ചെയ്തിരിക്കുന്നത്. സ്ഥൂലരശ്മികൾ മനുഷ്യനെ സാധകനാക്കും. സൂക്ഷ്മരശ്മികൾ ഒരുവനെ മഹാത്മാവാക്കും. കാരണരശ്മികൾ അവനെ പരമഹംസനാക്കും. അതുകൊണ്ട് ലൗകികമായ വിഷയങ്ങളിൽ മുഴുകി സമയം പാഴാക്കാതിരിക്കുക. ലൗകിക സുഖങ്ങൾ നേടാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ജീവിതം നിഷ്ഫലമാക്കാതിരിക്കുക. ലൗകികമായ നേട്ടങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ല. അഥവാ ലൗകിക നേട്ടങ്ങൾ കിട്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുമില്ല. ഒരു മഹാസദ്യക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ കൈവശമുള്ളപ്പോൾ മറ്റുള്ളവരുടെ തീന്മേശയിൽ നിന്നും വീഴുന്ന ഉച്ഛിഷ്ടങ്ങൾക്ക് പിറകെ ആർത്തി പിടിച്ച് ഓടി നടക്കുന്നത് എന്തിന്? ലൗകികമായ നേട്ടങ്ങൾ ശാശ്വതമല്ല. അതുകൊണ്ട് യഥാർത്ഥ ഫലവും സിദ്ധിക്കുകയില്ല. ശരീരത്തിൽ മുന്നിലുള്ള ലക്ഷ്യം പ്രാപിക്കാനുള്ള ഊർജം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുക. ലക്ഷ്യത്തിലേക്കുള്ള യാത്രക്കിടയിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിനെ ശാസിച്ചു നിർത്തുക. സ്വഭാവത്തെയും നിയന്ത്രിച്ചു കൊള്ളുക. എങ്കിൽ വിജയം നിങ്ങൾക്കുള്ളതാണ്. ശരീരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ, ബന്ധങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടാതെ, ആർഭാടവും അഹങ്കാരവും പ്രലോഭനങ്ങളും സൃഷ്ടിക്കുന്ന
കിടങ്ങുകളിലേക്ക് ആണ്ടുപോകാതെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ആവേശം കാത്തു സൂക്ഷിക്കുക. നാമസ്മരണയാണ് ഈശ്വര ചൈതന്യം കൈവരിക്കാനുള്ള എളുപ്പമാർഗം. അതുതന്നെയാണ് ജീവിതം നിലർത്തുന്ന അമർത്. ഊർജത്തിന്റെ ശക്തിയുടെ സ്രോതസ്സാണ് നാമജപം. നിങ്ങൾ നാമം ജപിച്ചാൽ ആ നാമം ആരുടേതാണോ ആ രൂപം നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാവും. നാമവും രൂപവും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. എഴുതുമ്പോൾ മനസ്സ് മാറരുത്. മനസ്സ് വീണ്ടും വീണ്ടും ആ കോമള മധുര രൂപത്തിൽ നാമസ്മരണമാകണം. നാമസ്മരണയിൽ ഉണ്ടാകുന്ന സുഗന്ധം ആസ്വദിക്കാൻ കഴിയണം. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ സ്വീകരിക്കാൻ പര്യാപ്തമായ നിലയിൽ ഈശ്വരന്റെ ദാസന്മാരായിരിക്കാൻ ഓരോരുത്തർക്കും സ്വഭാവ പരിവർത്തനം സംഭവിക്കണം. അപ്പോൾ മാത്രമേ നാമം എഴുതുന്നവരുടെ സ്വാധീനം മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയൂ. ആ സ്വാധീനം മറ്റുള്ളവരെയും പരിശുദ്ധരാക്കും. നാമം എഴുതുന്നയാളിന് മാത്രമല്ല സമൂഹത്തിനാകെ അതിന്റെ പ്രയോജനം ലഭിക്കാൻ ഇത് സഹായകമാകും. ഈശ്വരന്റെ അനുഗ്രഹം കിട്ടാൻ ഒരേ ഒരു മരുന്ന് മാത്രമേ ഉള്ളൂ. ഈശ്വരന്റെ ആജ്ഞകൾ മുറുമുറുപ്പ് കൂടാതെ അനുസരിക്കുക. ഞാൻ എന്നെ സംബന്ധിക്കുന്ന സത്യമാണ് നിങ്ങളോട് പറയുന്നത്. സ്വയം പുകഴ്ത്തലല്ല. എന്നെ അറിയാൻ നിങ്ങൾക്ക് കഴിയണം. ഞാൻ എന്നെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ മറ്റാരാണ് അത് ചെയ്യുക? എന്റെ നിർദ്ദേശങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരിൽ അനുഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എത്ര പേരാണ് അനുസരിക്കുന്നത്? വളരെ കുറച്ച് മാത്രം. എന്റെ നിർദ്ദേശങ്ങൾ വളരെ എളുപ്പവും ലളിതവുമാണെങ്കിലും അത് ഭക്തന്മാരെ ത്രിപുടിക്കപ്പുറത്തേക്ക് നയിക്കുന്നു. ത്രിപുടി എന്നാൽ ഭക്തൻ, ഭാഗവതം ഭഗവാൻ എന്നാണ്. അതായത് ഭക്തൻ, അവന്റെ മാർഗം, ഒടുവിൽ ലക്ഷ്യം. ഭക്തനെ ഭാഗവതം ഭഗവാനിലേക്ക് നയിക്കുന്നു. ഭക്തൻ ഓരോ സമയത്തും ഓരോ തരത്തിലായിരിക്കും. ചിലപ്പോൾ അംബരീഷ തത്വം, മറ്റു ചിലപ്പോൾ ദുർവാസ തത്വം. നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ ഇളക്കമില്ലാതെ വിധം ഉറപ്പിച്ചു നിർത്തണം. ലോകത്തിനാകെ ക്ഷേമ നൽകുക എന്നതാണ് ഈ സൈന്യത്തിന്റെ ലക്ഷ്യം. എവിടെയും ദയയും സന്മാർഗ ജീവിതവും ഉണ്ടാവണം എന്നതാണ് എന്റെ ഉദ്ദേശ്യം. ഇവിടെ പ്രശാന്തിലത്തിൽ കർശനമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ നിയമങ്ങളുടെ പേരിൽ നിങ്ങളോട് ഞാൻ വളരെ രൂക്ഷമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങളുടെ മനസ്സ് കുരങ്ങിനെ പോലെ ചപലമായിരിക്കാം. കുരങ്ങൻ ഒരു മരക്കൊമ്പിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടുന്ന സ്വഭാവക്കാരനാണ്. പക്ഷേ മനസ്സ് ഹിമാലയത്തിന്റെ കൊടുമുടിയിൽ നിന്ന് കടലിന്റെ അഗാധങ്ങളിലേക്ക് ചാടുന്നത്. മനസ്സ് ഒരു നിമിഷം എവിടെയാണെങ്കിൽ അടുത്ത നിമിഷം 10 വർഷം പിന്നിലേക്കാണ് ചാടുന്നത്. ഈ മനസ്സിനെ നാമസ്മരണ കൊണ്ട് മാത്രമേ മെരുക്കാൻ കഴിയൂ. കടലിലെ തിരമാല പോലെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടായിക്കൊണ്ടിരിക്കും. ശ്വാസോച്ഛ്വാസം പോലെയാണ് സുഖവും ദുഃഖവും. ഈ സത്യം മനസ്സിലാക്കിയാൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം തന്നെയാണ് കാശി. നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയും ശുഭപൂജക്ക് തുല്യമാകും. ഈ ജീവിതം മറ്റുള്ളവരെ സഹായിക്കാനായി വിനിയോഗിക്കുക. നിങ്ങളുടെ അകതാരിൽ തന്നെ വസിക്കുന്ന ഈശ്വരന്റെ പ്രതിഫലനമാണ് നിങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുന്ന മറ്റുള്ളവർ. മാനവനെ മാധവനിലേക്ക് എത്തിക്കാനുള്ള പഴയ രാജപാതയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്തു നേരെയാക്കുന്നതിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സത്യസന്ധരായിരിക്കുക, വിദഗ്ധരായ ജോലിക്കാരാവുക, എന്നിട്ട് എന്നോടുകൂടി ചേരുക. വേദങ്ങളും ഉപനിഷത്തുക്കളും ശാസ്ത്രങ്ങളും ഈശ്വരനിലേക്കുള്ള റോഡുകളാണ്. ആ വഴി കാണിച്ചു തരാനും പുനരുദ്ധരിക്കാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. നിലയത്തിലേക്ക് വരുന്നവർക്ക് വേണ്ടി ഞാൻ ഏർപ്പെടുത്തിയ നിയമങ്ങളും നിബന്ധനകളും വളരെ കർശനമായി തോന്നാം. പക്ഷെ അതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ആദ്യം ആന്തരികമായ പരിശുദ്ധി, എന്നിട്ട് മതി ബാഹ്യമായ ശുദ്ധി. അതാണ് സ്വാഭാവികത. ആദ്യം കുളി കഴിഞ്ഞ് പിന്നീട് അലക്കിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുക. സാധാരണഗതിയിൽ ഞാൻ വളരെ മധുരമായി സംസാരിക്കും. പക്ഷെ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. നിങ്ങൾ വന്നോ അതോ വരുമെന്നോ ഒന്നും തന്നെ ഞാൻ ശ്രദ്ധിക്കാറില്ല. അനുസരണയാണ് പ്രധാനം. ഞാൻ നിങ്ങളുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി വരില്ല. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. ഞാൻ നിങ്ങളുടെ അന്ത്യ നന്മയിലാണ് ശ്രദ്ധിക്കുന്നത്. സമാധാനപൂർവ്വം സന്തോഷപൂർവ്വം ഓരോ ദിവസവും ഈശ്വരന്റെ വരദാനമാണെന്ന് വിശ്വസിക്കുക. എടുത്തുചാട്ടം പാടില്ല. അസൂയയും പകയും വളരാതെ നോക്കണം. വിട്ടുവീഴ്ചകൾ അവരെ വഴിതെറ്റിക്കും. അതുകൊണ്ടാണ് ചെറിയ വിട്ടുവീഴ്ചകൾക്ക് പോലും ഞാൻ തയ്യാറല്ലാതെ. നിങ്ങൾ ഇവിടെ കുറെ കാലമായി താമസിക്കുന്നവരാണ്. അതുകൊണ്ട് കുട്ടികളെ പോലെയല്ല, മുതിർന്നവരായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നിങ്ങൾ തെറ്റായ മാർഗത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരു പുനഃപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന നിങ്ങളുടെ പ്രേമം കൊണ്ടാണ്. എന്റെ അനുഗ്രഹ കിരണങ്ങളേറ്റ് നിങ്ങളുടെ ഹൃദയ താമര വിടരട്ടെ. സത്സംഗങ്ങളിൽ ചേരുക. കാപ്പാനകൾ ചുറ്റും കൂട്ടി കാട്ടാനിയെ മെരുക്കുന്നത് പോലെ സത്സംഗം നിങ്ങളെ സ്വഭാവ ശുദ്ധിയുള്ളവരാക്കുന്നു. വൈദ്യുതി വയറിൽ കൂടി സഞ്ചരിക്കുന്നു. ബൾബ് ആ വയറുമായി ബന്ധിപ്പിച്ചാൽ പിന്നെ സ്വിച്ചിട്ടാൽ മാത്രം മതി. ബൾബ് തെളിയും. ഏതെങ്കിലും തകരാറുണ്ടായാൽ വൈദ്യുതിയുടെ ഒഴുക്ക് തടസ്സപ്പെടും. ഈശ്വരാനുഗ്രഹം ഇതുപോലെ തന്നെ. നിങ്ങൾ തന്നെയാണ് വയറിനെ ബന്ധിപ്പിക്കുന്നതും തകരാറിലാക്കുന്നതും. വൈദ്യുതി പ്രധാന ലൈനിലൂടെ ഒഴുകുന്നത് പോലെ ഈശ്വരാനുഗ്രഹം ഏത് സമയം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളിലേക്കുള്ള വയറിന്റെ കണക്ഷൻ ശരിയാക്കി വെച്ചാൽ മാത്രം മതി. സ്വിച്ച് പ്രവർത്തിക്കുന്നതനുസരിച്ച് ഇരുട്ടും വെളിച്ചവും മാറി മാറി വരും. സായിരാം, ഈ സായിരാം. ഇത് പ്രശാന്തിലത്തിൽ 28/4/1962 സ്വാമി ചെയ്ത ഒരു പ്രഭാഷണത്തിന്റെ കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ വായിച്ചത്. സായിരാം. ഇനി സത്യഭാമ ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്
ആ ഭഗവാന്റെ അനുഭവങ്ങൾ എന്താ പറയുന്ന വെച്ചാൽ അത് സായിരാം. സൈരാം സൈരാം സൈരാം. നേരത്തെ അന്തർജോലി യജ്ഞത്തിൽ ഇതുപോലെ അദ്വൈത അനുഭവം 2 അനുഭവം പറഞ്ഞിരുന്നു. എൻ്റെ പേര് സത്യഭാമ. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്താണ്. എൻ്റെ കണ്ണൂർ ജില്ലയിൽ കുറച്ച് ഗ്രാമത്തിലാണ് എൻ്റെ വീട്. കണ്ണൂർ സമിതിയായിരുന്നു അന്നേരം. കണ്ണൂർ ടൗണിൽ കുറച്ചു കാലം താമസിച്ചുകൊണ്ട് കണ്ണൂർ സമിതിയാണ് എൻ്റെ സമിതി. അങ്ങനെ ആദ്യത്തെ സ്വാമി 1990-കളിലാണ് സ്വാമിയെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത്. ഏട്ടൻ പ്രദേശ് സ്വാമിയിലെ ആക്റ്റീവും ഒരാള് രണ്ടാമത്തെ ബ്രദർ കൺവീനറിലായിട്ട് തലപ്പുറം സമിതി കുറുമാത്തൂർ സമിതി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ആയിരുന്നു. അങ്ങനെ ഏട്ടന്റെ കെയറോപ്പിൽ ഞങ്ങള് സ്വാമിയിലേക്ക് വരാൻ തുടങ്ങിയത്. അപ്പോൾ ഏട്ടനിന്നില്ല. ഏട്ടൻ സ്വാമിയിൽ വിലയം പ്രാപിച്ചു. 2 പേരും വിലയം പ്രാപിച്ചു. അങ്ങനെ 1993 തൊട്ടിട്ട് ഞാൻ സ്വാമിയായിട്ടൊരു ചാലഞ്ച് ആയിരുന്നു. കാരണം വീട്ടില് സാഹചര്യം കൊണ്ട് അതിനെ ഒരു ഭക്തിപൂർണമായ ഒരു സാഹചര്യമായിരുന്നു. അച്ഛൻ പുഷ്പാഞ്ജലിയും ഉടമ്പടിയുമെല്ലാം കഴിച്ച ആ രീതിയിൽ വളർന്ന എല്ലാ സഹസ്രാമങ്ങളും ഗണപതി മറ്റേ മണിപ്രഭാളങ്ങളും ഗീത നാരായണയൊക്കെ കേട്ട് വളർന്ന ഒരു സാഹചര്യത്തിലാണ് വളർന്നത്. അപ്പൊ സ്വാമിയെ കുറിച്ച് ഒട്ടും ദഹിച്ചില്ല. അങ്ങനെ സ്വാമിനെ കുറിച്ച് മോശമായി ചിത്രീകരിച്ചിട്ടുള്ള ജീവിതമായിരുന്നു ആദ്യമല്ല. പിന്നീട് അത് പിന്നെ ചാലഞ്ചിലൂടെ സ്വാമി നമ്മളെ ഓരോ വർഷവും 93 തൊട്ടിട്ട് ഓരോ വർഷവും എന്നെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറേ പരീക്ഷണങ്ങൾ ഉണ്ടാവും, എന്നാലും പരീക്ഷിച്ചുകൊണ്ടേയിരുന്ന അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. 1993 ആണ് സ്വാമിയിലേക്ക് ആദ്യമായിട്ട് വന്നത്. നേരത്തെ പറഞ്ഞു, നേരത്തെ 2 അനുഭവങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ സ്വാമിയുടെ പൂർവ്വ ചരിത്രത്തിൽ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ സ്വാമി ആരാണെന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു എന്നിലുണ്ടായത്. അപ്പോൾ സ്വാമി സിദ്ധിസായി ബാബയുടെ ഒരു രൂപം പുനർജന്മം കൊണ്ടുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കാനും ബാബയുടെ സിദ്ധിസായി ബാബയുടെ രൂപത്തിലൊരു അനുഗ്രഹം കിട്ടാനുള്ള ഭാഗ്യം 1993 ഉണ്ടായി. അതുപോലെ തന്നെ കുറെ ചാലഞ്ചുകളും ഉണ്ടായിരുന്നു. അതിനുശേഷം 1996 പിന്നെ എൻ്റെ 4 ബ്രദേഴ്സ് ഉണ്ട്. അതിൽ ഇളയ ബ്രദറിന് ഒരു കർണിയ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ചെയ്ത് 96 സെപ്റ്റംബർ 9-നായിരുന്നു ഇത് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് സ്കിൻ ക്ലോസ് ചെയ്യേണ്ട സമയത്ത് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ OT-യിൽ ചാർജ് ആയിരുന്നു. അപ്പൊ അവിടെ തന്നെ സൗകര്യമായിട്ട് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ തന്നെ ഏട്ടനെ പോസ്റ്റ് ചെയ്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുഴപ്പമൊന്നുമില്ല, കുട്ടിയായിരിക്കാനായി. ആ സമയത്ത് ഏട്ടന് ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു. 1 അല്ല 2 അല്ല 3, വിത്തിൻ സെക്കൻഡ്സിൽ 3 അറസ്റ്റ് വന്നു. അപ്പൊ സെക്കൻഡിൽ തന്നെ ഡോക്ടേഴ്സൊക്കെ നോമോർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ഫസ്റ്റ് എയ്ഡും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കും അതിന്റെ ബാക്കി സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ എല്ലാം അറിയുന്നുണ്ട്. ഞാനും ആകെ പെട്ടെന്ന് 3ാമത്തെ അറസ്റ്റ്. അപ്പൊ ബ്ലഡിഷ് ഫ്രോത്തും പിറ്റ്സ് ഒക്കെ വന്നു. ഇനി ഇല്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കി ഇങ്ങനെ ജപിച്ചെല്ലാം ആദ്യമേ എല്ലാം പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പോയിരുന്നത്. പക്ഷേ സായിരാം എന്നൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയം പെട്ടെന്ന് ആ 3ാമത്തെ അറസ്റ്റും കൂടെ വന്നപ്പോ ഇനി ഇല്ല എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഞാനും ബോധക്കടായി. ആ സമയം സ്വാമീന്ന് നീട്ടി അങ്ങ് വിളിച്ച് എന്നെ രക്ഷിക്കൂ നിലവിളിച്ചു. ഞാൻ തിയേറ്റർ മുഴുവൻ ആ ഒച്ചയിലങ്ങ് വിളിച്ച്. അപ്പോ സ്വാമി ആ സ്പോട്ടിൽ അവിടെ ആ കനകാംബരധാരിയായിട്ട് അവിടെ വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു രംഗം ഞാൻ കാണുന്ന എനിക്ക് ബോധക്കേടായി. ആ ഒരു വിത്തിൻ സെക്കൻഡ് എനിക്ക് ഉണർവ് വന്ന് എല്ലാവരും മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് ഞാൻ ഉണർന്നു നോക്കുമ്പം ഏട്ടനോ റീഗെയിൻ ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് വന്ന് പിന്നെ എന്നോട് ചിരിക്കുന്ന രംഗാണ് ഞാൻ കാണുന്നത്. ഭഗവാനെ സൈര. അപ്പോ പെട്ടെന്ന് ആ വിളിയിൽ തന്നെ സ്വാമി അവിടെ എത്തി എന്നുള്ളതും അങ്ങനെ ഓരോ ചാലഞ്ചിലൂടെ സ്വാമി എന്നിൽ പലതവണ തന്നെ രക്ഷിക്കുന്നുണ്ടുള്ളതും എനിക്ക് ഇങ്ങനെ ഓരോ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ പിറ്റേന്ന് റൗണ്ട്സിന് പിന്നെ ഏട്ടൻ ഓക്കെ ആയി. ഞാനാണ് പിന്നെയും വളർന്നിട്ടുണ്ടായത്. അപ്പൊ പിറ്റേന്ന് ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോ പറഞ്ഞു, സിസ്റ്റർ ഏത് സ്വാമിനെയാ നീട്ടി വിളിച്ചല്ലോ എന്ന് രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ അവിടെ തിയേറ്ററൊക്കെ ബഹളായിരുന്നല്ലോ, അതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സത്യസായി ഭഗവാനായിരുന്നു. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്തു, ആ ഭഗവാൻ കാരണം മാത്രമാണ് ഏട്ടന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്നുള്ളത് 100% അല്ല അതിലധികം ശതമാനം ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ വിശ്വസിച്ചോ. കാരണം 2 അറസ്റ്റ് കഴിഞ്ഞാൽ ഒരു പേഷ്യന്റിനെ തിരിച്ചു കിട്ടില്ല, അതും വിത്തിൻ സെക്കൻഡ്. 3ാമത്തെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചറസ് സ്റ്റേജിൽ നിന്ന് ഏട്ടനെ സ്വാമി രക്ഷിച്ചു. അങ്ങനെ ഒരു 96 ഒരു അനുഭവം, ഭയങ്കര അനുഭവമായിരുന്നു. പിന്നീട് അങ്ങോട്ടങ്ങോട്ട് അനുഭവങ്ങളും പരീക്ഷണങ്ങളും ഹയർ സ്റ്റഡിക്ക് പോകാൻ കഴിഞ്ഞു. BSc നഴ്സിങ്ങിന്. അതെല്ലാം വിത്തിൻ ആ ഒരു ഇയറിനുള്ളിൽ തന്നെ എനിക്ക് പാസ്സാകാനും സ്വാമിയുടെ അനുഗ്രഹമൊക്കെ കിട്ടി. പിന്നെ അമ്മ മരിക്കുന്ന സമയത്ത് സ്വാമിൻ്റെ ഉള്ള നമസ്കാരം എനിക്ക് സ്വപ്നത്തിലൂടെ, അങ്ങനെ ഓരോ കാര്യം മുന്നോട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മുന്നേ അത് അറിയിച്ചിട്ടുള്ള ഒരു സംഭവം എനിക്ക് സ്വാമിയിൽ നിന്നുള്ള ഒരു അനുഗ്രഹത്തിലൂടെ അത് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ 2003 ഞാൻ പ്രൊമോഷനായി അഡ്മിറ്റ് ആയി. കാസർഗോഡ് താലൂക്ക് ഹോസ്പിറ്റലായിരുന്നു.
അപ്പൊ അവിടെ ആകുമ്പോൾ 2 കുട്ടികൾ ഹസ്ബൻഡ് നാട്ടിൽ വന്നാതിരിക്കായിരുന്നു. പക്ഷെ എനിക്ക് അവിടുന്ന് ഡ്യൂട്ടിക്ക് പോയി വരാൻ കഴിയില്ല, കുട്ടികൾക്ക് ആളില്ല. അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു മാസം അവിടെ നിൽക്കേണ്ടി വന്നിട്ടില്ല. റിയാലോട്ട് തലശ്ശേരി ഹോസ്പിറ്റലിലേക്ക് വന്നു. അത് സ്വാമിയുടെ കടാക്ഷം തന്നെ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം 2003 തൊട്ടിട്ട് ഞാൻ ഓരോ വർഷത്തിൽ ഡ്യൂട്ടിക്ക് പുട്ടപർത്തിയിൽ പോകാൻ തുടങ്ങി. അവിടുന്ന് പിന്നെ ചൈതന്യഗിരി ബാക്ക് സൈഡ് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് അങ്ങനെ ടേൺ ആയിട്ട് ഞങ്ങൾ ഡ്യൂട്ടി എടുക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ 2007 ജൂലൈ ഡ്യൂട്ടിക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ക്രോണിക് പേഷ്യൻ്റ് ആയിരുന്നു. അതായത് ക്രോണിക് വൂണ്ട്. അതിന്റെ വൂണ്ട് ഞാൻ മെയിൽ ഒപ്പിയിലായിരുന്നു അവിടെ എൻ്റെ പോസ്റ്റിന് സേവാദളായിട്ട്. അപ്പം ഞാൻ അവിടെ നീഗ്രോ സ്റ്റാഫ് നഴ്സായിരുന്നു. അവർക്ക് ഞാൻ എല്ലാ ഡ്യൂട്ടിയും നല്ല വൃത്തിയിൽ എടുക്കുന്നതും ഹെൽത്തിനെ കുറിച്ച് അറിയുന്ന എന്തോ ഒരു തോന്നൽ വന്ന് അവരെന്നോട് അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഹെൽത്ത് തന്നെയാണ് നഴ്സാണെന്നൊക്കെ പറഞ്ഞ് അവരുമായിട്ട് സംസാരിച്ച് അങ്ങനെ അവർ നല്ലൊരു വിശ്വാസത്തിൽ നമ്മൾ ഡ്യൂട്ടി 2 റൂം ഇൻഹലേഷൻ റൂമും മെയിലോപ്പി റൂമിലെ പേഷ്യൻസിന് ഞാൻ നോക്കാൻ തുടങ്ങി. അപ്പോൾ നീഗ്രോ സ്റ്റാഫും അവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ വൂണ്ട് ഹീലിംഗ് ഇല്ലാതെ ഒരു ക്രോണിക് പേഷ്യന്റ് ഭയങ്കര ഒരു ഹോളായിരുന്നു വിരലിന്റെ ഇടക്ക്, വലിയ ഹോള്. അപ്പോൾ വൂണ്ട് ഹീലിംഗേ ആകുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു എന്നാൽ നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കുറച്ച് ടർപ്പൻ്റെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് നോക്കാം. എനിക്ക് ഡ്രസ്സിങ്ങിന്റെ ടൈമിന് തോന്നിയായിരുന്നു എന്തോ ഒരു സംതിങ്ങിന്റെ ഉള്ളിലുണ്ട്. അത് ഒന്നിക്കിൽ പോറിൻ പൊടി അല്ലെങ്കിൽ ഇതായിരിക്കാം, ഏതായാലും എന്നാന്നുള്ളത് നോക്കാൻ വേണ്ടി ഞാൻ ആ ഹോളിലേക്ക് കുറച്ച് ടർപ്പൻ്റെ ഒഴിച്ച് നോക്കിയപ്പോൾ 10-20 പുഴു ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് പുറത്തേക്കാണ്. അങ്ങനെ 3-4 ദിവസത്തെ ഡ്രസ്സിങ് നല്ല ഭംഗിയിൽ ചെയ്തതിന് ശേഷം വൂണ്ട് ഹീലിംഗ് തുടങ്ങി. പേഷ്യന്റ് വളരെ ഹാപ്പിയായി. അതുവരെ ഉണങ്ങാതെ എത്രയോ മാസങ്ങളായി ഉണങ്ങാതെ ആ വൂണ്ട് വളരെ ഹീലായി. അങ്ങനെ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ആദ്യം 4th-6th ഡേ സ്വാമി തിയേറ്ററിൽ എന്തോ ഡേഞ്ചർ ഒരു സീരിയസ് കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്വാമി വീൽ ചെയറിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കാഷ്വാലിറ്റിയിൽ എല്ലാവരും റിസീവ് ചെയ്യാൻ വേണ്ടി കാത്തു നിന്നു. കാഷ്വാലിറ്റിയിൽ ഈ നീഗ്രോ സ്റ്റാഫ് പെർമനന്റ് സ്റ്റാഫെല്ലാം കാഷ്വാലിറ്റിയിലേക്ക് പോയി. നമ്മൾ സേവാദൾ മാത്രം ഓരോ ഏരിയയിൽ പോസ്റ്റിംഗ് ഉള്ളവർ മാത്രം അവിടെ. അപ്പോൾ ഈ സ്വാമി വീൽ ചെയറിൽ അവരവിടെ കാത്തു നിന്നാലും സ്വാമി വരുന്ന ഈ മെയിലോപ്പിന്റെ ആ സൈഡൂട്ടിയാണ് വീൽ ചെയറിൽ കുറേ പേരും സ്വാമിയും കൂടെ വരുന്നു. പെട്ടെന്ന് സ്വാമി അതിൽ വന്നപ്പോൾ നമ്മൾ സേവാദളൊന്നും അങ്ങനെ സ്വാമിയെ പ്രാർത്ഥിക്കാൻ പാടില്ല, അങ്ങനെ കൈകൂപ്പാൻ പാടില്ല എന്നുള്ള രീതിയിൽ പെട്ടെന്നുള്ള ഒരു ഓർമ്മ ഒന്നും ഞാനൊന്നും ചെയ്തില്ല. അങ്ങനെ സ്വാമിനെ കേശാദിപാദം ഞാൻ കാണുന്നുണ്ട്. സ്വാമി എന്നെ നോക്കി. അപ്പൊ തിരിച്ച് കുറച്ച് പിന്നെ ഫീമെയിൽ വാർഡിന്റെ അതിലേ കൂടി അങ്ങോട്ട് തിരിയാൻ ഇൻഹലേഷൻ റൂമിന്റെ ആ കോർണറിലോട്ട് അങ്ങോട്ട് തിരിയാൻ നോക്കുമ്പോഴേക്കും അവിടെ ടേൺ ചെയ്യുന്നെടുക്ക അവിടെ സ്കാനിങ് സെന്ററിലെ ഒരു സേവാദുണ്ട്. അവരെ മോള് 18 വയസ്സായാലും മരിച്ചു. അപ്പൊ ആ വ്യതയിലൂടെ അവര് ഡ്യൂട്ടിക്ക് വന്നത്. അപ്പൊ സ്വാമീനെ ഒരു ശ്രീകൃഷ്ണനായിട്ട് പെട്ടെന്ന് കാണുന്ന അവര് പാദനമസ്കാരം വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പൊ പെട്ടെന്ന് ഈ വീൽ ചെയറും സ്വാമീനെയും കൂടെ തിരിച്ചു വീണ്ടും എന്റെ മെയിലോപ്പിന്റെ അവിടെ തന്നെ വരുന്നു. വീണ്ടും അങ്ങോട്ട് പോകുന്നു. അപ്പൊ ജനക്കൂട്ടം കൊണ്ട് വീണ്ടും തിരിച്ചു വരുന്നു. 3-4 തവണ സ്വാമിയെ യജാതിപാത എനിക്ക് അടുത്തുനിന്ന് കാണാൻ കഴിഞ്ഞു. പക്ഷെ പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാലും എന്റെ മനസ്സിൽ നല്ലൊരു പ്രാർത്ഥന കഴിഞ്ഞു. അപ്പൊ സ്വാമീനെ അടുത്ത് കാണുന്നില്ല എന്നൊരു വിഷമം, നമ്മൾ ഇത്രയും ഡ്യൂട്ടിക്കെല്ലാം പോയിട്ട് കാണുന്നില്ലല്ലോ, ഇന്റർവ്യൂ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി എന്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്വാമി തിയേറ്ററിൽ പോയി തിരിച്ചു വരൂല, അതിലെ കൂടിയല്ല കാഷ്വാലിറ്റിയിലെ കൂടിയാ പോകാന്നുള്ളൊരു ധാരണ വന്നിരുന്നു. എന്നാലും അവർ പോയതിനു ശേഷം ഞാൻ അവിടെയൊക്കെ അടിച്ചു തെളിച്ച് വൃത്തിയാക്കി. പിന്നെ തിരിച്ച് സ്വാമി ഇതിലെ കൂടി തന്നെ വരുന്നു. ഇതിലെ തന്നെ വന്ന് പെട്ടെന്ന് മുന്നിൽ പ്രത്യക്ഷമായപ്പോൾ ഞാനും സ്വാമിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ നോട്ടം. അപ്പൊ സ്വാമി എന്നെ 2 കൈയും വെച്ച് ഭയങ്കര ഇതായിട്ട് അനുഗ്രഹിച്ചപ്പോ തന്നെ ഞാൻ ആകെ വരച്ച് സെറ്റ് ചെയ്ത് ആകെ ഇതായിപ്പോയി. ആ സ്ഫുലിംഗങ്ങൾ ഡയറക്റ്റ് അടുത്തുനിന്ന് കിട്ടിയതുകൊണ്ട്. അങ്ങനെ അന്ന് രാത്രി എനിക്ക് പനിക്കുകയൊക്കെ ചെയ്തു. അതാണ് അന്നത്തെ ഒരു അനുഭവം. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു 2009 10 ബ്രദേഴ്സ് 2 മരിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് ബ്രേക്ക് വന്നു. പിന്നെ 16 മകന്റെ കല്യാണം കഴിഞ്ഞു. അതിനൊക്കെ സ്വാമിയുടെ അനുഗ്രഹം. മോളെ കല്യാണം 11 കഴിഞ്ഞു. ഒക്കെ സ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് എല്ലാം ഉത്തമമായിട്ട് നടന്നത്. 17 ഇന്റർനാഷണൽ വേദ ചാൻഡിങ്ങിൽ നമ്മൾ കണ്ണൂര് ഒരു ജ്യേഷ്ഠൻ നമ്പൂരി സാറ് വന്ന് പഠിപ്പിച്ചായിരുന്നു വേദം. ഈ സന്ധി നിയമമൊന്നും ഇല്ലാതെ കൊണ്ട് പഠിപ്പിച്ചായിരുന്നു. അപ്പൊ അതിൽ വേദ ചാൻഡിങ്ങിന് എല്ലാവർക്കും ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും മറ്റുള്ളവരെല്ലാം തലേന്നേ പോയി. അപ്പൊ മകളുണ്ടായിരുന്നു ബാംഗ്ലൂര്. അങ്ങനെ അവിടെ ഒരു ദിവസം തങ്ങി. പിറ്റേന്ന് 2:30 അന്ന് യശുന്തൂരിന്ന് പിന്നെ പ്രശാന്തനിലയത്തിലൂടെ പോകുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോകാന്ന് വിചാരിച്ച് അങ്ങനെ പോയി. വണ്ടി കയറി. ട്രെയിനിൽ കയറിയപ്പോൾ അവിടെ വളരെ ലേറ്റ് ആയിപ്പോയി. വഴിക്ക് ബ്ലോക്കായി. അങ്ങനെ 7-7:30 ആകാനായിരുന്നു പ്രശാന്തിലയത്തിലെത്തുമ്പോ. അപ്പൊ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ഇങ്ങനെ ഒറ്റ ഇതായിട്ട് പോയിട്ടില്ല. എല്ലാവരും കൂടുതലും ഡ്യൂട്ടിക്ക് പോയതെന്നല്ലാതെ കണ്ട് വേർതിരിച്ച് ഇങ്ങനെ 2 പേരായിട്ട് പോയിട്ടില്ല. വണ്ടിയിലും ആരും ഉണ്ടായില്ല. എല്ലാവരും രാവിലെ പോയതായിരുന്നു. ഒരു 3 സ്റ്റോപ്പ് പിറകെ ആയിട്ട് പ്രശാന്തിലയത്തിന് പിറകെ ആയിട്ട് ഒരു സ്റ്റുഡന്റ് വന്ന് ഞങ്ങൾ അടുത്തിരുന്നു. ഞങ്ങൾ ആകെ വെപ്രാളപ്പെട്ടിട്ടായിരുന്നു. വണ്ടിയിൽ ആരും അറിയുന്ന ആളില്ല.
ഒരു സ്റ്റുഡന്റ് വെള്ള ഡ്രസ്സ് ഇട്ട കുട്ടി. അപ്പൊ അവൻ പറഞ്ഞു, ഏതാ ചാൻഡിക്ക് നാളെയുണ്ട്, അത് എനിക്ക് ഭക്ഷണശാലയിൽ ഡ്യൂട്ടിയാണ്, ഞാനും പ്രശാന്തിയിലേക്കാണ് വരുന്നത്, ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദിയും ഇംഗ്ലീഷും ആയിട്ട് സംസാരിച്ചു. ഹസ്ബൻഡും സംസാരിക്കും ഹിന്ദി നല്ലോണം, ഗൾഫിലായതുകൊണ്ട്. അപ്പൊ ആ രീതിയിൽ സംസാരിച്ചപ്പോ അവൻ പറഞ്ഞു, പിന്നെ ആ മോൻ പറഞ്ഞു ഞാനും പ്രശാന്തിയിലേക്കാണ്. അപ്പൊ ഇനി 2 സ്റ്റോപ്പേ ഉള്ളൂ, അര മണിക്കൂർ കൂടുമ്പം സ്റ്റോപ്പ് ഉണ്ടാവും, അടുത്ത സ്റ്റോപ്പ് നാരായണപുരാന്ന്, അത് കഴിഞ്ഞ് പ്രശാന്തിയിലെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം ഒന്ന് ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോഴേക്ക് മോനെ കാണുന്നില്ല. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോ ബോഗി നടത്തും പരിധിയും ഒക്കെ എവിടെയും കാണുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഇങ്ങനെ വാർത്താരിൽ നിന്നു അടുത്ത സ്റ്റോപ്പും കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഭഗവാനെ ആരും ഇല്ലല്ലോ, അതും 7:30 ആകാനാവും ചെയ്തു, രാത്രിയായി, ഇരുടായി, ഇനി എങ്ങനെ തിരിച്ച് അവിടെ പ്രശാന്തിയിൽ എത്തണ്ടേ, അല്ല പുട്ടവർത്തി എത്തണ്ടേ. അപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മോന്റെ ഒരു ഭയങ്കര എന്താ പറയണ്ടേ സപ്പോർട്ട്. ആ സപ്പോർട്ട് കൂടി നമ്മളെ ഒരു നെക്സ്റ്റ് സ്റ്റോപ്പും കഴിഞ്ഞ് പ്രശാന്തിയിലെത്തി 2 ബോഗി പിന്നിലായിട്ട് സ്റ്റോപ്പ് ചെയ്തു. അവിടുന്ന് നടക്കാൻ നോക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വന്നിട്ട് ഞങ്ങളെ കൂട്ടിയിട്ട് ഓട്ടോറിക്ഷ കയറ്റിയിട്ട് പുട്ടവർത്തിയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഞങ്ങൾക്ക് പേടി, കാരണം അറിയാതെ ഒരു ഓട്ടോക്കാരന്റെ കൂട്ടത്തിൽ എങ്ങനെ പോകുന്നുള്ളതിൽ ആരും ഇല്ല. എന്നാലും പിന്നെ വേറെ നിവൃത്തിയില്ല എന്നുണ്ട് ഞങ്ങൾ ആ ഓട്ടോന്റെ നമ്പറിൽ എഴുതി വെച്ച് സൂപ്പറിന്റെ അടുക്ക് എത്താനാകുമ്പോൾക്ക് ഒരു സ്റ്റാഫ്, അവിടുത്തെ ഒരു സ്റ്റാഫ് ഈ ഹോട്ടലിൽ തന്നെ കയറി അവർ ഗണേഷ് പീറ്റിന് എടുക്കുക. അപ്പൊ വളരെ സമാധാനം സന്തോഷമായി, അങ്ങനെ ഒരു അറിയുന്ന ആൾ ഒരാഴ്ചയിൽ കയറിയല്ലോ എന്നുള്ള കാര്യം. അങ്ങനെ അവര് ഗണേഷ് പീറ്റിലും ഞങ്ങളെ സമാധി റോഡിൽ ഇറക്കി. അവിടെ നമ്മളൊരു ബന്ധു വീടുണ്ട്, അവരെ വീട്ടിൽ, ജാനകി ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങളന്ന് താമസിച്ചത്. അപ്പൊ ഈ 2 രൂപത്തിൽ വന്നത് സ്വാമി തന്നെയാണെന്ന് ഇന്ന് ഞാൻ ഓർക്കുന്നത്. അന്ന് നമുക്ക് ഹെൽപ്പ് ഉണ്ട്, സ്വാമി എന്താ അനുഗ്രഹിച്ചു എന്നുള്ളതെല്ലാം ശരി തന്നെ. പക്ഷെ ഇന്നത്തെ ആ ഒരു ചിന്താഗതിയിൽ 2 രൂപത്തിൽ വന്ന ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടും ഈ സ്റ്റുഡന്റ് ആയിട്ട് വന്നതും നമ്മളെ അനുഗ്രഹിച്ചത് സ്വാമി തന്നെയാണെന്നും ശരിയായ ഉറപ്പനക്കുണ്ട്. അങ്ങനെ ആ 17 ഒരു അനുഭവം. പിന്നെ 21 തൊട്ടിട്ട് നമ്മുടെ സത്സംഗം, കാസർഗോഡുകാരെ സത്സംഗത്തിൽ കൊറോണ, ഭയഭീകരമായ കൊറോണ പുറത്ത് നമ്മൾ വളരെ ശാശ്വതം, വളരെ സമാധാനത്തിൽ 8 to 9 o'clock നമ്മൾ നല്ല സത്സംഗങ്ങൾ, ഒരുപാട് വാഹിനികള്, ഗീത, പിന്നെ ലളിത സഹസ്രനാമം, മറ്റേ ഇത് ഹരിനാമ കീർത്തനം, ഇങ്ങനെ ഒരുപാട് വാഹിനികൾ, ഇത്ര നേരം കീർത്തനങ്ങളും സഹസ്രനാമങ്ങളും എല്ലാം പഠിച്ച് ഒരു ഭയങ്കര മനോധൈര്യം തരുന്ന ഒരു സമയം. കാസർഗോഡുകാരെ ഇവിടെ എത്ര പറഞ്ഞാലും മതിയാകാതെ നന്ദിയാണ് അവരോട്. ആയിടക്കാണ് ഇപ്പൊ ഈ കഴിഞ്ഞ, അങ്ങനെ ഈ 25 ജൂലൈ വരെ ഞാൻ അതിനുശേഷം 2 തവണയായിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി. കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പോയാലും അവിടെ എത്തുമ്പോൾ ഒരു എനർജിയും ആ മായയിൽപ്പെട്ട് നമുക്ക് ഭഗവാൻ എല്ലാ അനുഗ്രഹം തന്ന് സുഖമായി ഡ്യൂട്ടി എടുക്കാൻ കഴിഞ്ഞു. അവിടെയാണ് വത്സലാമേന നമ്മൾ പരിചയപ്പെടുന്നത്. നാരായണീയത്തില് അമ്മയുടെ ഒരു സ്നേഹവാത്സ്യത്തോടുകൂടിയുള്ള നാരായണ ക്ലാസ്സും അതിൽ അമ്മയുടെ ഒരു സ്റ്റുഡൻ്റ് ആകാൻ കഴിഞ്ഞു. വളരെ ഭാഗ്യമാണ്. അമ്മയായിട്ട് അടുത്തറിയാനും എല്ലാം വളരെ ഒരു ഭാഗ്യം കിട്ടി. അതൊരു വലിയ പുണ്യമായിട്ട് തോന്നുന്നു. ഭഗവാന്റെ ഒരു രൂപത്തിലാണ് അമ്മയെ ഒരു ഉപകരണമായിട്ടാണ് നമുക്ക് കിട്ടിയെന്ന് തോന്നി. അതുപോലെ സത്സംഗത്തില് ഈ കഴിഞ്ഞ കർക്കിടക മാസം രാമകഥാവാഹിനി, പിന്നെ കാസർഗോഡുകാരുടെ ആ യൂത്തിന്റെ ഭയങ്കര ഭക്തി നിർഭരമായ ഭജനി, അവരുടെ ആ കഥകളും അമ്മയുടെ ക്യുസും എല്ലാം കൂടെ ഒരു ഉത്സവപൂരമായിട്ട് നമുക്ക് അത് കർക്കിടക മാസം കഴിഞ്ഞത്. ആ ഇടെ ഒരു വീഴ്ച വീണു. ഞാൻ മേലെ കൊറിഡോറിൽ നിന്ന് ആ പോർച്ചിലേക്ക്, അപ്പോ 2 തുന്നി ഉരുകത്തിൽ. ആ വീഴ്ച കണ്ടവര് പറയും മൊത്തം ഒടിഞ്ഞ് കുത്തിയിട്ടുണ്ടാവും, നട്ടെല്ലും കയ്യും കാലും എല്ലാം. അവിടെയായി സ്വാമിന്റെ രാമകഥാവാഹിനി വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പുസ്തകം വായിക്കാതെ കണ്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ, കുട്ടികൾ പറയുന്ന കേട്ടിട്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതും കഴിഞ്ഞ് ആ ഇടെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പിന്നെ രാമേശ്വരം ഏകാദശ രുദ്രം, അതിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ ഒരു യാത്ര പോകാൻ സാധിച്ചു. അതും കാസർഗോഡുകാരുടെ ഒരു പ്രതിനിധിയായിട്ട് തന്നെ ഞങ്ങൾ പോകുന്നത് എന്നുള്ളത്, ഞാനും ലക്ഷ്മണ മാഷും, അങ്ങനെ ഗിരിജ ടീച്ചർ, അങ്ങനെ കുറച്ച് ഗിരിജ ടീച്ചർ, രാജൻ മാസ്റ്റർ, എല്ലാവരും കൂടെ ഒരു യാത്ര നമുക്ക് പുറപ്പെടാൻ സാധിച്ചു. ഞാൻ പിന്നെ ആദ്യം തന്നെ ജോയിൻ ചെയ്തില്ല, കാരണം ഈ വീഴ്ച കാരണം 7 days വരെ സ്റ്റിച്ചിന്റെ പ്രശ്നമുണ്ട്, പിന്നെ മൊത്തം വേദന, അങ്ങനെ ഒരു എല്ലാതൊരു വീഴ്ചയായിരുന്നു. അപ്പൊ ഇതെല്ലാം സ്വാമി എന്നെ പുഷ്പം പോലെ അതിനെല്ലാം രക്ഷിച്ച് ആദ്യത്തെ ലിങ്കിൽ ജോയിൻ ചെയ്യേണ്ട സമയമെല്ലാം കഴിഞ്ഞു. എൻ്റെ മനസ്സിലൊരു ചിന്ത ഇങ്ങനെ, അതിന്റെ മുന്നോടിയായിട്ട് ഏകാദശ രുദ്രം കണ്ണൂര് കഴിഞ്ഞായിരുന്നു, അതിലൊക്കെ പങ്കെടുക്കാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഫോർത്ത് ആണ് ഞാൻ അവിടെ പങ്കെടുക്കാൻ പോകുന്നത്. അതിലൊക്കെ പങ്കെടുത്തു. പിന്നെ ഇതിലെന്തായാലും പോകണം എന്നുള്ള ഒരിക്കലും മനസ്സാ ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ 30-ന് ലാസ്റ്റ് ഡേ വീണ്ടും ഒരു ലിങ്ക് വരുന്നു, ഇങ്ങനെ
പിന്നെ അതിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ള ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ചെയ്തോളാൻ. 31 മണിക്ക് അത് എങ്ങനെ അത് സ്റ്റോപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ 30 വരുമ്പം ജൂലൈ 24 23 വീഴ്ചയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു മാസം ഓഗസ്റ്റ് 24 നമുക്ക് രുദ്ര ജപം, ഏകാദശി രുദ്ര ജപം. അപ്പോ ആ ദിവസം ഈ ലിങ്ക് വരുന്നത് എങ്ങനെയാ വെച്ചാല് ലക്ഷ്മണാട്ടനും അഞ്ചരക്കള്ളി സമിതിയിലെ, അപ്പൊ നമ്മൾ ഈ കാസർഗോഡ് ഇന്ന് ഇപ്പം അനൗൺസ് ചെയ്യുന്ന ലക്ഷ്മണാട്ടനും അവരുടെ ഗിരിജ ചേച്ചി, അവർ രണ്ടാളുമാണ് എനിക്ക് ഈ ലിങ്ക് ഇട്ട് തരുന്നത്. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൂടെ ജോയിൻ ചെയ്യും, ബാക്കി പോകുന്ന കാര്യം പിന്നീട് നമുക്ക് വണ്ടി എങ്ങനെയാ വെച്ചാൽ അവരും ട്രെയിനൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, നമുക്ക് പിന്നീട് തീരുമാനിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലാസ്റ്റ് 8 മണിക്ക് അതിലേക്ക് ലിങ്കിൽ ജോയിൻ ചെയ്യുന്നു. അപ്പൊ പിന്നീട് ആകെ ഒരു മനസ്സമാധാനം, എന്തായാലും നമ്മൾ ഇവരൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്താഗതി. ഇപ്പൊ കണ്ണൂരിന് 3-4 ആൾ പോയി ഒന്നാണ് പിന്നീട് അറിഞ്ഞത്. ഈ കഞ്ചരക്കണ്ടി സമിതിയിലുള്ള ഈ 17 പേര് കൂട്ടത്തിൽ ഞാനും അവരെ കൂട്ടത്തിൽ യാത്ര വളരെ സുഖമായ യാത്രയായിരുന്നു. യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു യാത്ര, സന്തോഷകരമായ യാത്ര ഉണ്ടായിട്ടില്ല. അതിനെ ചുക്കാൻ പിടിച്ച് നമ്മൾ രാജമാഷ് ചേച്ചിന്റെ ബ്രദറായിരുന്നു. പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി രാമകഥാവാകിനി കഴിഞ്ഞ് രാമേശ്വരം ധനുഷ്കോടിയൊക്കെ ചിത്രങ്ങളും നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നതിന് ശേഷമാണ് ഈ ഒരു അവസരം നമുക്ക് ലീവായിട്ട് തരുന്നത്. ഏകാദശ രുദ്രം നമ്മൾ അതിൽ അവരെ അപ്പൊ തന്നെ ജോയിൻ ചെയ്തപ്പോ പിറ്റേന്ന് തന്നെ അവിടെ തമിഴ്നാട്ടിലൂടെ ഇവിടെ കോർഡിനേറ്റേഴ്സ് ഈശ്വർ എന്ന് പറഞ്ഞ ഈശ്വർജിയും നിവേദിത എന്ന് പറഞ്ഞ അവരും, അങ്ങനെ 906 പേര് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അതേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ അഡ്മിൻകാർ വേറെ ഉണ്ട്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിൽ നമ്മളെയും കൂടെ ചേർത്തു. പിന്നെ അതും കഴിഞ്ഞ് ഇവരെയൊക്കെ ആഡ് ചെയ്യുന്ന ഹസ്ബൻഡ് ആഡ് ചെയ്തു, അവിടെയും പരീക്ഷ എന്നെ ആഡ് ചെയ്തില്ല. അപ്പൊ അവിടെ എത്തിയാൽ എനിക്ക് സൗകര്യം കിട്ടൂല എന്നുള്ളൊരു പേടി, കാരണം അവിടെ എത്തിയാലല്ലേ. അപ്പൊ പിന്നീട് പിന്നെ മെസ്സേജ് വരുന്ന അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രജിസ്റ്റർ ചെയ്താൽ പിന്നെ പ്രശ്നമില്ല, ഒന്നും ആരും വിഷമിക്കണ്ട, അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ സൗകര്യം കിട്ടുന്നു തന്നെ. അങ്ങനെ ഒരു അവിടെ എത്തുന്ന എല്ലാ സൗകര്യത്തോടും കൂടി അവിടെ എത്തി പോകുന്ന വഴി പഴനി മുരുകനെ കണ്ടു, അതുപോലെ തൊഴുതു. നല്ല ഭക്തി നിർഭരമായിട്ട് നമുക്കത് തൊഴാൻ കഴിഞ്ഞു. പ്രസാദം അവിടെ നിന്ന് കിട്ടി. അത് കഴിഞ്ഞ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയി അവിടെയും നല്ല ഭംഗിയിലുള്ള പ്രസാദം കഴിച്ച് വൈകുന്നേരം 22-ന് യാത്ര പുറപ്പെട്ട് 23 വൈകുന്നേരം നമ്മൾ അവിടെ എത്തുന്ന അപ്രതീക്ഷിതമായിട്ട് ഉള്ള ഒരു സംഭവമായിട്ട് അതെനിക്ക് മാറി. അപ്പൊ അവിടുന്ന് 23-ന് വൈകുന്നേരം നമ്മൾ രാമേശ്വരം ക്ഷേത്രം പോയി തൊഴുതു. പിറ്റേന്ന് രാവിലെ സ്ഫടിക ദർശനം കിട്ടി. 7 നമ്മൾ ഏകാദശ രുദ്രത്തിന്റെ ഹാളിലേക്ക് ഭക്ഷണം കഴിച്ച് നല്ല സുഖമായ ഭക്ഷണം ഉച്ചക്കും രാവിലെ അവിടെ കയറി. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഏകാദശ രുദ്രം 7:30 കയറിയ അവിടെ തന്നെ നല്ലോണം വെള്ളമൊക്കെ ഇടക്കിടയ്ക്ക് തരുന്നുണ്ട് കുടിക്കാൻ. അതുപോലെ തന്നെ ബാത്റൂമിൽ അതിന് മുന്നേ പോകാനെല്ലാം സാധിച്ചു. എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഭക്ഷണം ഫ്രീ ആയിരുന്നു. 23-24 ഭക്ഷണം ഫ്രീ ആയിരുന്നു. എല്ലാ ഏർപ്പാടും അവരവിടെ ചെയ്തു. വളരെ സുഖമായി. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചതൊന്നുമല്ല, പ്രതീക്ഷിച്ചിട്ട് ഒന്നും അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അവിടെ എത്തി. ഏകാദശ രുദ്രം 12 മണിക്ക് 9 മണിക്ക് തുടങ്ങി 12 മണിക്ക് തീർന്ന സമയം നമ്മൾ അറിഞ്ഞിട്ടില്ല. 3 മണിക്കൂർ. അപ്പൊ ഓരോ അനുഭാഗത്തെ കുറിച്ചും വേദനാരായണ സാറ് പറയുന്നുണ്ട്. ഫസ്റ്റ് അനുഭാഗം കുട്ടികളെ കുറിച്ചിട്ടുള്ളത്, രണ്ടാമത്തെ അനുഭാഗം പിന്നെ യൂത്ത്, ഇന്നത്തെ യൂത്തിന്റെ അവരെ കുറിച്ച്, മൂന്നാമത്തെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മൂന്നാമത്തേത് സീനിയർ സിറ്റിസൺ. എല്ലാവരും ഒരു വിധത്തിൽ ഞാൻ മനസ്സിൽ പോയി പ്രാർത്ഥിച്ചു. 4, 5, 6 അങ്ങനെ 11-ാമത്തെ ഏകാദശത്തിൽ നമ്മളെ മൈൻഡിനെ ഏത് ആപൽഘട്ടത്തിലും നമ്മൾ മൈൻഡിനെ പിന്നെ തരണം ചെയ്യണം, അതിനെ പിടിച്ചു നിർത്തണം, ഇന്ദ്രിയങ്ങളെ പിടിച്ചു നിർത്തണം. കാരണം ജിതേന്ദ്രിയനാകണം. അതിൽ എല്ലാ ആൾക്കാരെയും അപഘട്ടത്തിലായാലും എല്ലാ ആൾക്കാരുടെ സ്വഭാവത്തിൽ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം എന്നുള്ള ഏകാചരിത്രത്തോടുകൂടി ആ യജ്ഞം അവിടെ പൂർത്തീകരിച്ചു. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ഒരു അവസരം ഭഗവാൻ നമുക്ക് ഒരുക്കി തന്നു. ഇങ്ങോട്ടും ചുക്കാൻ പിടിച്ച എല്ലാവരും ഇവിടെ, പിന്നെ രാജമാഷ, ലക്ഷ്മണ മാഷ, ഗിരിജത്തിനെ ഇവരൊക്കെ ഞാൻ സ്മരിക്കുന്ന ഈ അവസരത്തിൽ. അതുപോലെ കാസർഗോഡിന്റെ സത്സംഗത്തിലൂടെ ഉള്ള ഒരു പുരോഗമനം എന്നും അനന്തമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത് ഒരിക്കലും നിൽക്കാതെ ഒരു പ്രവാഹമായിട്ട് സത്സംഗമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഓരോ വാക്കുകളും ഭഗവാന്റെ തൃപ്പാദ ഭക്തങ്ങൾ സമർപ്പിക്കുന്നു. സത്യഭാമ വളരെ ഭംഗിയായി കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു. ഇനി സ്വാമിന്റെ പ്രസന്റേഷൻ സായി. ఉపనిషత్తులు చెప్తూ వచ్చాయి. Upanishads declare ఈశ్వర సర్వభూతానాం ఈశావాసం జగత్ అనగా ప్రతి ప్రాణి యందు కూడాను, ప్రతి జీవి యందు కూడాను, ప్రతి మానవుని యందు కూడాను ఉన్నటువంటి యొక్క దైవత్వమే నిజమైనటువంటి వేదాంతము అని బోధించింది. In fact, Upanishads teach that the
The primordial principle of Vedanta is to realize the divinity in every living creature, in every living being, in every being and విష్ణుత్వమునకు human being. బ్రహ్మత్వమునకు ఉండినటువంటి సంబంధ బాంధవ్యాన్ని ఒక్క సూక్ష్మమైనటువంటి మాటలో ఉంటుండాలి. In fact, it is explained in a subtle form, the existence of ఇతని the విష్ణువు, Atma. ఇతని ఆత్మ, ఇతని ఈశ్వరుడు, ఇతని బ్రహ్మ, ఈ పేర్లకు మాత్రం మనం సంబంధం పెట్టుకోకూడదు. Don't be carried away by the nomenclature, the verbosity, calling it as Atma or the individual. అన్నింటి యందు భగవంతుడే ఉన్నాడు. Bhagavan, God is present in all. కనుక మనం ఈ భగవతత్వాన్ని మనం విచారణ చేసినప్పుడు మన అంతర్భూతం నుండి ఆవిర్భవిస్తుండాలి. Then once you investigate divinity, you will understand the divinity within you. ఈ సత్యాన్ని ప్రతి వ్యక్తి కూడా నువ్వు గుర్తించడానికి ప్రయత్నించాలి. Every individual must make an attempt to know this truth. యోగి, భోగి, జోగి, విరాగి, బైరాగి సర్వులు ఎందుకు కూడా ఉండేటటువంటి యొక్క ఆత్మతత్వం ఒక్కటే. The Atmic principle is uniform. No matter is a pauper or a millionaire, attached or a householder or a recluse or a యాస్తిక, renunciant. నాస్తిక, ఆస్తిక, యాస్తిక, నాస్తిక, ఈ తత్వమునందు కూడా ఉన్నటువంటిది దైవత్వమే. The same divinity is present in a theist, atheistic or theistic atheist. ఇలాంటి దైవత్వమును మాత్రం ఈనాడు మనం విస్మరించి We have forgotten such divinity. ఏదో అల్పమైనటువంటి ఆకారమును దైవత్వంగా విశ్వసించి We are carried away by small forms అనేక విధమైనటువంటి సాధనలు సల్పుతున్నారు. and we undertake many spiritual ఇది pursuits. కొంతవరకు అవసరమే. It's necessary to some extent. ఎట్లా? How? వంట చేసేంత వరకు బియ్యము, నీరు, నిప్పు మూడు కూడా అవసరమే. So long you cook, the rice, the water and the fire are necessary. కానీ ఆ నీటిలో వేసినటువంటి యొక్క పదార్థములు పూర్తి పరిపూర్ణానికి వచ్చేంత వరకు కూడాను ఈ నిప్పును మాత్రం ఆధారంగా తీసుకోవాలి. The fire is necessary so long it is needed for cooking process. అది పరిపూర్ణ స్థితికి పరిపక్వానికి వచ్చినప్పుడు ఆ నిప్పును తీసివేయాలి. When once it is over, you can withdraw, take away the fire. అదే విధంగానే దైవత్వం సర్వత్రా ఉండినప్పటికీ Though God is everywhere, ఆ దైవత్వంతో దైవత్వాన్ని, ప్రకృతికి యొక్క తత్వాన్ని రెండింటినీ కలిపినప్పుడే ఈ దివ్యత్వం మనకు ప్రాప్తిస్తుంది. you can certainly experience the divinity if you just combine the divinity, visualize it in nature. സാരം സ്ക്രീൻ സാരം പ്രസന്റേഷൻ കഴിഞ്ഞു. സായിരാമാഷേ, സായിരാം. സായിരാം അമ്മ, ഇനി ഭജനയാണ്. ആ ആ ആ ശ്രീദേവിയുടെ പാടാൻ പറയാം മാഷെ. ആ സായിരാം ടീച്ചർ, സായിരാം പാടട്ടെ. ഭഗവാന്റെത് കഴിഞ്ഞിട്ട് ശ്രീദേവി പാടണം. എന്റെ നെറ്റ് പോയി, ഇപ്പൊ വന്നു. പ്രസന്റേഷൻ കഴിഞ്ഞമ്മ, ഇനി ഭജനയല്ലേ? ഭജന പാടിക്കോളാൻ പറഞ്ഞു. സായിരാം. मन बंगारू परती बाबा, मन बंगारू परती बाबा, श्रृंगार वदना साई, अति श्रृंगार वदना साई, मन बंगारू परती बाबा, अंतर्यामी बाबा, अंतर्यामी बाबा, सर्वांतर्यामी साई, मन सर्वांतर्यामी साई, मन बंगारू परती बाबा, श्रृंगार वदना साई, मन बंगारू परती बाबा, अंतर्यामी बाबा, अंतर्यामी बाबा, सर्वांतर्यामी साई,
मन सर्वान्तर्यामी साई मन बंगारु पर्ती बाबा. വീഡിയോ ഒരു മിനിറ്റ് ഓൺ ചെയ്യും മോളെ. വീഡിയോ ശ്രീദേവിനെ എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. ആരാണ് പാടിയെന്ന് കാണണ്ടേ? ഇല്ല. സായിരാം സായിരാം മോളെ വളരെ ഭംഗിയായി പാടി. ഞാനൊരു മിനിറ്റ് ഉപമ വായിക്കട്ടെ. വായിച്ചോളൂ സായിരാം. സായി ഉപമ. അന്ത്യകാലത്ത് ഒരുവന്റെ നാവ് ഈശ്വരനാമം ഉരുവിടുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഏത് നിമിഷമാണ് അന്ത്യനിമിഷമെന്ന് നിങ്ങൾക്കറിയാമോ? യമൻ, അതായത് മരണത്തിന്റെ ദേവത, മുൻകൂട്ടി ഒരു അറിയിപ്പും നൽകുന്നില്ല. ഒരു ഫോട്ടോഗ്രാഫറെ പോലെ തയ്യാറാവൂ, ഞാൻ ഫോട്ടോ എടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത് പോലെ യമദേവൻ ഒരിക്കലും നിങ്ങളോട് തയ്യാറാകുവാൻ പറയുന്നില്ല. സ്വർഗത്തിലെ ചുവരുകളിൽ നിങ്ങളുടെ ഭംഗിയുള്ള ഒരു ചിത്രം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ രാവും പകലും ഒരുപോലെ നിങ്ങൾ റെഡിയായിരിക്കണം, തയ്യാറായിരിക്കൂ. നിങ്ങളുടെ മനസ്സിലും നാവിലും ഈശ്വരനാമവും ഈശ്വര രൂപവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ പടം എപ്പോഴെടുക്കാൻ വന്നുവാലും അത് നന്നായി തന്നെ വരും. ജയ് സായിരാം. എല്ലാവർക്കും ഭഗവാന്റെ അപാരമായ കൃപയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സത്യഭാമക്കും കുടുംബത്തിനും പിന്നെ ശ്രീദേവി മോൾക്കും കുടുംബത്തിനും. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും